കൂടിയേ ഉള്ളൂ. നമുക്ക് എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം? ഈ സുപ്രധാന വിധിക്ക് ഒരു തുടർച്ചയുണ്ടാകുമോ കോടതികളിൽ നിന്നും? തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങളുടെ ആത്മവിശ്വാസം, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നീതിബോധം, തുല്യതാബോധം അതൊക്കെ വർദ്ധിപ്പിക്കുന്നതാണിത്. ഗവൺമെൻറ്റിൻ്റെ മേലെയാണ്, ഭരണത്തിൻ്റെ മേലെയാണ് നീതിപീഠം എന്നുള്ള അടിസ്ഥാന പാഠമാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എല്ലാവരും വികസനത്തെ പറ്റിയാണ് പറയുന്നത്. വികസനം ഒരു പ്രത്യയശാസ്ത്രമല്ല, അതൊരു രീതിശാസ്ത്രമാണ്. പ്രത്യയശാസ്ത്രം എന്താണ്? നീതിയാണ്. അപ്പം നീതി ഇല്ലാത്ത ഒരു നാട്ടിൽ എന്ത് വികസനം ഉണ്ടായിട്ട് കാര്യമില്ല. തുല്യത ഇല്ലാത്ത ഒരു നാട്ടിൽ എന്ത് സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ ന്യൂനപക്ഷങ്ങൾ, ദളിതുകൾ, ആദിവാസികൾ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ തുടങ്ങിയുള്ള വിഭാഗങ്ങളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലോകം മുഴുവൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ BBC ഡോക്യുമെൻ്ററി വരുമ്പോഴാണ് ഈ ലോകം ഇത് ഈ അളവിൽ ശ്രദ്ധിക്കുന്നുണ്ട്, അത് വിലയിരുത്തുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് BJPക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും പുരാവൃത്തങ്ങളുടെയും ലോകത്ത് ജീവിച്ചിട്ട് തുല്യത, നീതി തുടങ്ങിയുള്ള കാര്യങ്ങളെപ്പറ്റി യാതൊരു ശ്രദ്ധയും കാണിക്കാതെ റോഡുണ്ട്, വിമാനമുണ്ട്, വിമാനത്താവളമുണ്ട്, തുറമുഖമുണ്ട് എന്ന് പറയുന്ന ഒരു കപട രാഷ്ട്രീയം, അതിൻ്റെ മുഖത്ത് കിട്ടുന്ന ഒരടിയാണ് ഇത്. ഇതിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഉണരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.